അപ്പോൾ ഇന്ന് നമ്മുടെ മിക്സഡ് വെജ് പിക്കിളാണ് ചെയ്യുന്നത്. നമ്മൾ 4 ഐറ്റം ഉപയോഗിച്ചിട്ടും പച്ചമാങ്ങ, ചെറുനാരങ്ങ, ബീട്രൂട്ട് അല്ല ക്യാരറ്റ്, പിന്നെ എന്താ സാധനം കുക്കുംബർ, അങ്ങനെ 4 ഐറ്റം ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൂര്യക്ക് കൊടുത്തിട്ട് സൂര്യ കുറച്ച് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് ഇനി ഉണ്ടോയെന്ന് ചോദിച്ചു വന്ന് രണ്ടാമത് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് തന്നെ കൊടുത്ത് കഴിച്ചോളാൻ വേണ്ടിയിട്ട്. സൂര്യയുടെ വീട്ടിലെല്ലാവരും ഇളയച്ചനും ചിറ്റയും അപ്പവും സൂര്യ എല്ലാവരും കഴിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളരെ നല്ല അച്ചാറാന്നുള്ള നല്ല അഭിപ്രായം അവർ പറഞ്ഞ് എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്കിതിൽ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, ഒരു 5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. മുളക് പൊടി നമ്മൾ ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവാണ് ഈ അച്ചാറിന് ഉണ്ടാവുക. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കളർ മാറിപ്പോവും. പിന്നെ ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ എല്ലാം നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ നാരങ്ങ നമുക്ക് ഒരുപാട് നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാരങ്ങയുടേതായിട്ടുള്ള ഒരു വലിപ്പത്തിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് കാണാൻ ഭംഗി വരും അച്ചാറിന്. എങ്ങനെ കട്ട് ചെയ്താലും അച്ചാർ തന്നെയാണ്, പക്ഷെ കാണാൻ ഭംഗിയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു കൂടുതൽ എൻജോയ് ചെയ്ത് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് വലിയ പീസുകളും അല്ല, ചെറിയ പീസുകളും അല്ലാതെ. മാങ്ങയാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നാരങ്ങ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ആ സീഡ്സ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഈ ഒരു തിക്നെസ്സും, ഇഞ്ചി നീളത്തിലും അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ചരിച്ചുമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരേ വലിപ്പം കിട്ടുക എന്നുള്ളതാണ്. ഇതിപ്പോൾ മാങ്ങ കുറച്ച് ചെനച്ച മാങ്ങയാണ്, അതായത് കുറച്ച് മൂപ്പായി തുടങ്ങിയ മാങ്ങ. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കും. അപ്പോൾ ക്യാരറ്റ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൂലിയൻ കട്ട് ചെയ്യില്ലേ നമ്മുടെ നൂഡിൽസിന് വേണ്ടി, അതിൻ്റെ കുറച്ചുകൂടി തിക്നെസ് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. ക്യാരറ്റ് ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് തിക്കായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുക്കുംബറും ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. മാങ്ങയും പിന്നെ ഈ നാരങ്ങ എടുക്കുമ്പോൾ നാരങ്ങയുടെ ഇവിടെ നടുഭാഗം വരുമ്പോൾ ആ ഒരു വൈറ്റ് പോർഷനും സീഡ്സും ഉണ്ടാവും. അതൊന്ന് കട്ട് ചെയ്ത് കളയണം. നമ്മുടെ അച്ചാറിന് കയ്പ്പ് വരും. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അച്ചാറിന് കയ്പ്പ് വരില്ല. പിന്നെ ബാക്കിയുള്ള പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കളർ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ വെജിറ്റബിൾസ് മാത്രം ചേർക്കാം. പിന്നെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വിനീഗർ, ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വിനീഗർ എടുത്ത് തിളപ്പിച്ച് ഒന്ന് ചൂട് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച് ചൂട് മാറ്റിയ വിനീഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നല്ലെണ്ണയിൽ തന്നെ ഈ അച്ചാർ ചെയ്യുക. അത് രണ്ടാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കുക. വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്. അത്രയും കാര്യങ്ങളാണ് അച്ചാറിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നല്ലെണ്ണയിലേക്ക് കുറച്ചധികം കടുക് ചേർക്കുക കേട്ടോ. അച്ചാറിലൊക്കെ ആകുമ്പോൾ കുറച്ചധികം കടുക് ചേർക്കുമ്പോഴാണ് അച്ചാർ കാണാൻ ഭംഗി ഉണ്ടാവുക. ആ ഭംഗിയുള്ള കറികളൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കണ്ണിന് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഭംഗിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ കടുകൊന്ന് പൊട്ടിയിരട്ടെ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു എല്ലാവരുടെയും കടുക് പൊട്ടാൻ സമയം എടുക്കുന്നുണ്ടോ, കടുക് വേഗം പൊട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറേ റിപ്ലൈ വന്നിരുന്നു, ഇല്ല ചേച്ചി കടുക് പൊട്ടാൻ സമയം എടുക്കുന്നുണ്ട്, ഇപ്പോൾ കിട്ടുന്ന കടുക് പൊട്ടാൻ കൂടുതൽ സമയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ കടുക് ഈ പ്രശ്നം ഇല്ല കേട്ടോ, വേഗം തന്നെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചാൽ ചെറിയൊരു പൊട്ടിത്തെറിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇഞ്ചിക്കൊക്കെ ചെറിയൊരു നനവുള്ളതുകൊണ്ട്. ഇത് കൂടെ തന്നെ ഞാനൊരു 4 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ അച്ചാർ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണിത്.
ഇനി ഇതൊന്ന് ഇളക്കി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് അങ്ങോട്ട് കളറ് മാറണ്ട കേട്ടോ. ഇതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളത് ക്യാരറ്റിനാണ്. അപ്പോൾ ക്യാരറ്റ് ആദ്യം ചേർക്കാം. ഞാനെല്ലാം ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. കുക്കുംബറിൻ്റെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ, മുഴുവനും എടുത്തില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ട് നമ്മുടെ ക്യാരറ്റിലേക്കൊക്കെ പിടിച്ചു വരട്ടെ. എണ്ണ കൂടുതലായിട്ട് ചേർക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണ കൂടുതലായിട്ട് ചേർക്കുക എന്നുള്ളത്. ഇനി ഇതെല്ലാം ചേർന്നൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3 മിനിറ്റ് ക്യാരറ്റ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മാങ്ങയും ചെറുനാരങ്ങയും ചേർക്കാം. അപ്പോൾ ഓരോ വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. കുക്കുംബർ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഈ മാങ്ങയും ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോവാണ്. നമ്മൾ ക്യാരറ്റിൽ ഉപ്പ് ചേർത്തില്ല. അപ്പോൾ ഇനി ഈ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമാങ്ങയാണെങ്കിൽ നമ്മൾ വിനിഗർ ചേർക്കുന്ന അളവ് കുറവ് മതി കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ. ഇതിപ്പോൾ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്, പക്ഷെ വേഗം തന്നെ മധുരം ആയി തുടങ്ങി മാങ്ങയ്ക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ അച്ചാറിന് ചെറിയൊരു മധുരമുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ പച്ചമാങ്ങ പറിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങയും മാങ്ങയും ചേർത്തിട്ട് 2 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. മുളക് പൊടിയാണ് നിങ്ങൾ പച്ചമുളകിന് പകരമായിട്ട്, അല്ലെങ്കിൽ പച്ചമുളക് കുറച്ചിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതും ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അച്ചാറിൻ്റെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങി. കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ സ്മെല്ല് റെഡി ആയിട്ട് എത്തിക്കഴിയും. പിന്നെ ഒരു 2 പിഞ്ച് പഞ്ചസാര. നമ്മുടെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാനും അച്ചാറിന് ടേസ്റ്റ് കൂടാനുമാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരണം. 1 മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കായം ആണെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച് ചേർക്കേണ്ടി വരും കേട്ടോ. എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ച് ചേർക്കേണ്ടി വരും. കായാണെങ്കിൽ, കായപ്പൊടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ബീട്രൂട്ട് മാത്രം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കാണാനുള്ള ഭംഗി പോകും ബീട്രൂട്ട് ചേർക്കുമ്പോൾ. ബീട്രൂട്ട് മാത്രമായിട്ട് നമ്മൾ വേറെ അച്ചാർ ഉണ്ടാക്കുകയാണ് നല്ലത്, ബീട്രൂട്ടും ഈന്തപ്പഴവും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ആ സ്മെല്ല് വ്യത്യാസം വന്നു തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർക്കാം. ഞാൻ കുക്കുംബറിൻ്റെ തൊലിയൊന്നും മാറ്റാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞയും പച്ചയും ഓറഞ്ചും എല്ലാം ചേർന്ന് നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചാർ ഇപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കാം. ഇത് രാവിലെ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുക, എരിവ് കറക്റ്റാണോ, ഉപ്പ് കറക്റ്റാണോ, പുളി കറക്റ്റാണോ എന്നുള്ളതൊക്കെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനീഗർ ചേർത്തിട്ടില്ല, വിനീഗർ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ മാങ്ങയുടെ ചെറിയൊരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചെറുനാരങ്ങയുടെ പുളിയുണ്ട്, ഒരുപാട് പുളിയുള്ള ചെറുനാരങ്ങ. പച്ച ചെറുനാരങ്ങ ആണെങ്കിൽ കയ്പ്പായിരിക്കും. പഴുത്ത ചെറുനാരങ്ങ തന്നെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എരിവ് കുറവാണെങ്കിലും നമുക്ക് ഇപ്പോഴാണെങ്കിലും പച്ചമുളക് ചേർക്കാം. എരിവ് ആവശ്യത്തിനുണ്ട്. ഉപ്പില്ല, പുളിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനീഗർ ചേർത്തില്ലല്ലോ, അതുകൊണ്ടാണ് പുളിയില്ലാത്തത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഉപ്പ് ചേർത്താലേ നമ്മുടെ അച്ചാർ മോശമായി പോകാതിരിക്കുള്ളൂ. പിന്നെ വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് കുക്കായില്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൽ പൂപ്പൽ വരും. അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ച് ചേർത്തതുകൊണ്ട് തന്നെ നാരങ്ങയും മാങ്ങയും ക്യാരറ്റും ഒക്കെ കുക്കായി കഴിഞ്ഞു. ഇനി നമ്മുടെ കുക്കുംബറും കൂടി കുക്കാവാനുള്ളൂ. അത് 1 മിനിറ്റ് മതി ഒന്ന് കുക്കായി വരാനായിട്ട്. ഇത് തന്നെ നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നിയത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഉപ്പിലിടുന്നതിനേക്കാൾ. പിന്നെ ഇതിലേക്ക് ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കാം. ഞാനിപ്പോൾ ഈന്തപ്പഴം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനീഗർ ആഡ് ചെയ്യാം. തിളപ്പിച്ച് ചൂട് മാറിയിരിക്കുന്നതാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. കുറച്ചുകൂടി വിനീഗർ ഞാൻ ചേർക്കും കേട്ടോ. ഇത് പോരാ, ഞാൻ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് വിനീഗർ മാത്രം ചേർക്കുന്നത്. ചില അച്ചാറുകൾ മാത്രമേ വെള്ളം ചേർക്കാറുള്ളൂ, എല്ലാ അച്ചാറിലും വെള്ളം ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ഓരോ വെജിറ്റബിൾസും വഴറ്റി എടുക്കുന്നതുകൊണ്ടാണ് ഈ തിളപ്പിച്ച് ചൂട് മാറിയ വിനീഗർ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വിനീഗർ അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ ആ വിനീഗറിൻ്റെ പച്ച ചുവ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് വരും. എരിവ് കൂടുതലായി പോയി എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, കുറച്ച് പഞ്ചസാര കൂടുതലായിട്ട് ചേർത്താൽ മതി. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ പുളി കൂടിപ്പോയി എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട, കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. കുറച്ചുകൂടി വിനീഗർ ആഡ് ചെയ്യാം. ഇതൊന്ന് വിനീഗറിൽ കിടന്നൊന്ന് തിളയ്ക്കണം, ഒരു 2 മിനിറ്റ്. അപ്പോഴാ വിനീഗറിൻ്റെ പുളിയൊക്കെ നമ്മുടെ അച്ചാറിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ടേസ്റ്റ് നോക്കി കറക്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തിളപ്പിച്ച വിനീഗർ കുറച്ചെടുത്ത് വയ്ക്കുക. അതെപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പാകത്തിൽ. എരിവ് മാത്രം നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്യണം. പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്. കുറച്ചുകൂടി ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. കുറച്ച് പുളി മുന്നിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പുളി പിടിച്ചിട്ടില്ല. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിക്കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ചധികം കറിവേപ്പില. ഇത് ഞാൻ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. ഇടയ്ക്ക് ചേർക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്താലും മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേപ്പില ചേർക്കരുത്. അപ്പോൾ വേപ്പില വേഗം തന്നെ ആ ചെറിയ നനവുണ്ടാവുമല്ലോ, അത് മോശമായി അച്ചാറ് മോശമാക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ അച്ചാറ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ വേപ്പിലയുടെ കളറ് മാറില്ല. ലൈറ്റായിട്ടൊന്ന് കളർ മാറാൻ നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ, പക്ഷേ എങ്കിലും ഒരുപാട് അങ്ങോട്ട് കളർ മാറാതെ നമുക്ക് എടുക്കാം. ആദ്യമേ വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ ചേർക്കരുത്. നമ്മൾ ഇപ്പോൾ കുക്കുംബർ ചേർക്കില്ല, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ചേർത്താലും മതി കേട്ടോ. വേപ്പില ആദ്യമേ തന്നെ വേണ്ട. അപ്പോൾ വേപ്പിലയുടെ പച്ചക്കളറും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായി. പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു വൈറ്റ് കളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. അങ്ങനെ പല കളർ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ സെർവ് ചെയ്യില്ല, വൈകിട്ടേ സെർവ് ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെ ഓഫ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ പിക്കിൾ ഇതാ റെഡിയായി. അധികം ഗ്രേവി ഒന്നുമില്ല, പക്ഷേ ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂട് മാറിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിനീഗർ തിളപ്പിച്ചത് എടുത്ത് വയ്ക്കുക, കുറച്ചുകൂടി ആഡ് ചെയ്യുക. കയ്പ്പ് പുളിയോ ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എരിവ് ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് എടുത്ത് വയ്ക്കുക, ചൂട് കംപ്ലീറ്റ് മാറിക്കഴിയുമ്പോൾ. ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാവുന്ന ഈ ഒരു അച്ചാർ റെഡിയാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ സാധാരണ നമ്മൾ കഴിക്കുന്ന അച്ചാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു
വ്യത്യസ്തമായ കളറിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ ടേസ്റ്റിലും പല വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അച്ചാറുണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.